അന്വേഷിക്കാം. ശ്രീ എസ് വേണുഗോപാൽ, ഇവിടെ ഏറ്റവും ഒടുവിൽ വന്ന ഒരു കാര്യം അത് ഏറെ കൗതുകകരമായി തോന്നുന്നു. ട്രംപ് ഇന്ന് നൊബേൽ സമ്മാനം, അതും സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം വേണമെന്ന് ശുപാർശ ചെയ്ത് പാകിസ്ഥാനാണ്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രസ്താവന, അതായത് അമേരിക്കയുടെ ഇടപെടൽ ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഉണ്ടായി എന്നതിനോട് അതിന് തൊട്ടുപിറകെയാണ് ഈ തരത്തിലുള്ള ഒരു കാര്യം പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചത് എന്നതുകൂടി ചേർത്ത് വെക്കണം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു ശുപാർശയിലൂടെ എന്താണ് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? ട്രംപിൻ്റെ പ്രീതി എല്ലാവർക്കും വേണമെന്നാണോ? ട്രംപിൻ്റെ പ്രീതി കിട്ടുന്നതിനോടൊപ്പം ഒന്നാം തരം പോർ വിമാനങ്ങൾ കൂടി, യുദ്ധവിമാനങ്ങൾ കൂടി തങ്ങൾക്ക് കിട്ടണമെന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അതോടൊപ്പം അസീം മുനീറിന് തൻ്റെ വ്യക്തിപരമായ കുറേ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും വേണം. പാകിസ്ഥാൻ തൻ്റെ അധീനതയിലാക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ട്രംപ് ചെയ്തു കൊടുക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അതിന് പകരമായി ട്രംപിനെ നോബൽ സമ്മാനത്തിന് റെക്കമെൻഡ് ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറായേക്കും എന്നാണ് അറിയുന്നത്. കാരണം ഒരു യുദ്ധം നടന്ന ഒരു രാഷ്ട്രം വേണം ഇതിന് റെക്കമെൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ ക്രെഡിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ 4 ദിവസത്തെ അടിയായിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു കക്ഷിയായ പാകിസ്ഥാൻ നോബൽ സമ്മാനത്തിന് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു പ്രാധാന്യമുള്ള കാര്യമായിട്ട് ട്രംപ് കരുതുന്നു. എന്നാൽ ഈ നിർദ്ദേശത്തിനെ പാകിസ്ഥാനിൽ തന്നെ വളരെ പുച്ഛത്തോടെയാണ് അവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നത്. ഹമാസിന് അല്ലെങ്കിൽ ഗാസയ്ക്ക് ഇത്രയധികം പരിക്കേൽപ്പിച്ച, ഇസ്രയേലിന് സപ്പോർട്ട് ചെയ്ത, ഇപ്പോൾ ഇറാനിൽ ഇത്രയധികം നഷ്ടമുണ്ടാകുന്നതിന്, മാനവശേഷി അടക്കമുള്ള നഷ്ടമുണ്ടാകുന്നതിന് സഹായിച്ച ട്രംപിന് നോബൽ സമ്മാനമോ എന്ന രീതിയിൽ പാകിസ്ഥാനിൽ പലരും ചോദിച്ചു തുടങ്ങി. അവിടുത്തെ സോഷ്യൽ മീഡിയയും എല്ലാം ഈ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. US-ലും ഇതിന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ നൊബേൽ സമ്മാനം. നമ്മൾ തുടർച്ചയായിട്ട് ഇത് ട്രംപിൻ്റെ ഇടപെടലല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ കൂടി ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ്റെ പരാമർശം എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാതെ കൗതുകം ഉണർത്തുന്നുണ്ട്. അതെ, ഇത് യാതൊരു ക്രെഡിബിലിറ്റിയും ലോകത്ത് ആർക്കും തോന്നാത്ത വിധത്തിലുള്ള പ്രസ്താവനകൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ട്രംപിന് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഒരു പ്രാവശ്യം പറയും ഇന്ത്യ പാകിസ്ഥാൻ വാർ ഞാനാണ് നിർത്തിയത്, പിന്നെ പറയും 2 പ്രഗത്ഭന്മാരായ നേതൃത്വം, ഒന്ന് അസീം മുനീറിൻ്റെ നേതൃത്വം പാകിസ്ഥാനിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം ഇന്ത്യയിലും വന്ന് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയും. വീണ്ടും പറയും ഇതിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത് ഞാനാണെന്ന്. ഈ വിധത്തിൽ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി US-ലും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു, ലോകത്ത് ഒട്ടാകെയും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഇറാനോട് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി, കടുത്ത പോരാട്ടത്തിന് തയ്യാറാകേണ്ടി വരും. ഈ നോബൽ സമ്മാനത്തിന് റെക്കമെൻഡേഷൻ ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് പറയുന്നത് കടുത്ത പോരാട്ടത്തിന് തയ്യാറാകേണ്ടി വരും, അതിനു മുമ്പേ കീഴടങ്ങിക്കുമെന്ന്. ആ സാഹചര്യത്തിലാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് രഖാച്ചി പറഞ്ഞത് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ US-ന് കഴിയില്ല. US വിചാരിച്ചാൽ ഒരു ഫോൺ കോൾ കൊണ്ട് ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ പൂർണ്ണമായും അതിന് തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ലോകം മൊത്തം ഇറാൻ്റെ വിഷയത്തിലേക്ക് ഇറാൻ അനുകൂലമായി വരണമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. UN സെക്യൂരിറ്റി കൗൺസിലിലും ഇതൊക്കെ അവർ അവതരിപ്പിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി തന്നെ പക്ഷപാതപരമായിട്ടാണ് തങ്ങളോട് പെരുമാറുന്നതെന്ന് അവർ UN സെക്യൂരിറ്റി കൗൺസിൽ പരാതിപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യക്ക് ശക്തമായൊരു ഇടപെടൽ ഇതിനകത്ത് നടത്താൻ കഴിയും. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇപ്പം അമേരിക്കയുടെ കൂടെ പോയതുകൊണ്ട് കൂടി ആയിരിക്കാം ഇന്ത്യയെ അവർ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇറാൻ. ഇന്ത്യക്ക് ഇതിൽ നിർണായകമായ ചില ഇടപെടലുകൾ നടത്താൻ സാധിക്കുമെന്നും ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനിടെ പോരാട്ടം 2 വശത്തും കനത്ത തോതിൽ നീങ്ങുകയുമാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ഇന്ന് നടത്തിയ യുദ്ധത്തിൻ്റെ പ്രധാന നീക്കങ്ങളെല്ലാം മിസൈലുകളും മിസൈൽ ലോഞ്ചർ പാഡുകളുമൊക്കെ തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഇറാൻ നടത്തിയത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, ഹൈഫ അടക്കം ഉള്ള ടെൽ അവീവ് അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. ഇതിനെ ശക്തമായി ഇസ്രായേൽ അപലപിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ വിവിധ രീതിയിൽ ഇറാനെ വരുതിയിലാക്കാനായിട്ട്
കൂടുതൽ സൈനിക മേധാവികളെയൊക്കെ വധിക്കാനായിട്ടുള്ള നീക്കത്തിലാണ് നടക്കുന്നത്. ഇതിൻ്റെ മറ്റൊന്നുകൂടെ അറിഞ്ഞു, ഖമേനി ഒരു സീരീസ് ഓഫ് മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ ലിസ്റ്റ് ഒരാൾക്ക് പകരം മറ്റൊരാൾ എന്ന രീതിയിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അതിന് വരെ തയ്യാറായിട്ടുണ്ടെന്നറിയുന്നു. അതുപോലെ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഖമേനി തന്നെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത ക്ലർജി ആരായിരിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ബങ്കറിലിരുന്ന് തീരുമാനങ്ങളെടുത്ത് നിർണായകമായി അറിയിക്കേണ്ടവരെ അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ എല്ലാ തരത്തിലും ഒരു തയ്യാറെടുപ്പ്. തുടക്കത്തിൽ ഏകപക്ഷീയമായി ഉള്ള യുദ്ധം അല്ലെങ്കിൽ ആക്രമണം എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നുവെങ്കിൽ പോലും ഇറാന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടാകുന്ന തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രതിരോധമെന്ന് പറയുന്നത് അത് വലിയ തോതിൽ സംഭവിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ബ്രിഗേഡിയർ ശ്രീ മോഹൻ